ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം നാം വായിച്ചു തുടങ്ങുമ്പോൾ സാപത്തിൽ ഈശോ രോഗികളെ സുഖപ്പെടുത്തുന്നതാണ് കാണുക. അങ്ങനെ കൈ ശോഷിച്ച ഒരുവനോട് എഴുന്നേറ്റ് നിന്ന് അവൻ്റെ കൈ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ജനം അവനെതിരെ കുറ്റം ആരോപിക്കുവാൻ തുടങ്ങി. സാപത്തിൽ രോഗശാന്തി കൊടുക്കുന്നത് അനുവദനീയമോ എന്നാണ് അവരുടെ ചോദ്യം. ഈശോ അവരോട് ചോദിക്കുന്നുണ്ട്, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ഒരുവൻ നശിച്ചു പോകുന്നതോ ജീവിക്കുന്നതോ സുഖപ്പെടുന്നതോ ഏതാണ് അനുവദനീയം? അവൻ കൈ തളർന്ന ഒരുവനോട് എഴുന്നേറ്റ് നിൽക്കുവാൻ പറഞ്ഞ് അവൻ്റെ കൈ സുഖപ്പെടുത്തി. സ്നേഹമുള്ളവരെ, സാപത്തിൽ നന്മ ചെയ്യുക, സാപത്താചരണം ദൈവത്തിനത് മാത്രമാണ് എന്ന് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നന്മ ചെയ്യുന്നതും ദൈവത്തോടൊപ്പമാണ് എന്ന് തിരിച്ചറിയുക. ദൈവിക കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കണം എന്ന് പറയുന്ന തീവ്രവാദ സമൂഹങ്ങളുണ്ട്. ശരിയാണ്, സാപത്ത് ദിവസം ദൈവത്തിനോടൊത്തായിരിക്കേണ്ടതാണ്. നന്മ എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട്. തിന്മ എവിടെയുണ്ടോ അവിടെ സാത്താനുണ്ട്. നന്മ ചെയ്യുന്നതിൽ മടി കൂടാതെ നാം മുന്നേറണം. ദൈവത്തെ മുൻനിർത്തി വേണം നാം അത് പ്രവർത്തിക്കുവാൻ. ഈശോ ഇവരുടെ ആലോചന കണ്ട് ഈശോ വീണ്ടും ആ ദിവസങ്ങളിൽ മലമുകളിലേക്ക് പോയി. അവിടെ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുവാൻ തൻ്റെ പിതാവുമൊത്ത് ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അതിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അപ്പോസ്തലന്മാർ എന്ന് പേർ നൽകി. സ്നേഹമുള്ളവരെ, ഒരു വലിയ ദൗത്യത്തിലേക്ക് അവരെ നയിക്കുകയാണ്. ഏത് തീരുമാനമെടുക്കുമ്പോഴും വളരെയേറെ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് എന്ന് ഈശോ നമ്മളെ കാണിച്ചു തരുന്നു. രാത്രി മുഴുവൻ അവൻ പിതാവിനോടൊത്ത് പ്രാർത്ഥനയിലായിരുന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും പ്രാർത്ഥന ആവശ്യമുണ്ട്. അപ്പോൾ ചോദിക്കാം, അങ്ങനെ ആലോചിച്ച് പ്രാർത്ഥിച്ചെടുത്ത 12 ശിഷ്യന്മാരിൽ ഒരുവൻ ഈശോയെ ഒറ്റിക്കൊടുത്തല്ലോ. തീരുമാനങ്ങൾ പിതാവിൻ്റെതാണെങ്കിൽ ഒറ്റിക്കൊടുക്കലും ദൈവികതമാണ് എന്ന് നമ്മൾ മനസ്സിൽ തീരുമാനിക്കണം. നമ്മളൊരു തീരുമാനമെടുത്തു, നമുക്ക് ക്ലേശമാണ് സംഭവിക്കുന്നെങ്കിൽ പോലും അവിടെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, ദൈവം അറിയാതൊന്നും സംഭവിക്കുന്നില്ല എന്നറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ. ത്രിയേക ദൈവം നമ്മളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.